മകൻ അദ്ദേഹത്തിന്റെ അമ്മയുടെ ഡയറി കുറിപ്പുകളെ ഒരു പുസ്തകമാക്കി സമ്മാനിക്കുകയാണ്. ഈ പുസ്തകം വായിച്ചിട്ടുള്ള വായനാ അനുഭവം പങ്കിടുന്നത് കവി ശ്രീ മുരുകൻ കാട്ടാക്കടയാണ്. ഈ പുസ്തകം എന്തെന്നാൽ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും ജാതി വിവേചനത്തിനും എതിരെ ശക്തമായി പ്രവർത്തിച്ച ആത്മവിദ്യാ സംഘത്തിൽ ചേക്കേറിയ ഒരു കുടുംബത്തിൽ ജന്മം കൊണ്ട ഒരു വ്യക്തിയുടെ ഡയറി കുറിപ്പുകളാണ്. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെ വെല്ലുവിളിച്ച് തൻ്റെതായ ജീവിതം കരുപിടിപ്പിച്ച ധീരവനിതയായ ശ്രീമതി ആർ കസ്തൂരിബായി മഹോപാധ്യായയുടെ ഡയറി കുറിപ്പുകൾ അടങ്ങുന്നതാണ് ഈ പുസ്തകം. ഈ ഡയറി കുറിപ്പുകളെ പുസ്തക രൂപത്തിലാക്കി നമുക്കായി സമ്മാനിക്കുന്ന മകൻ നമുക്കേവർക്കും പരിചയമുള്ള സർ സോഹൻ റോയ്, ഗ്രന്ഥകർത്താവ്. ലിബി പബ്ലിക്കേഷൻസ് ആണ് ഈ പുസ്തകം നമുക്കായി പുസ്തക രൂപത്തിലാക്കി സമ്മാനിക്കുന്നത്. ശ്രീമതി ആർ കസ്തൂരിബായി മഹോപാധ്യായ ശ്രീ എ കെ ദാമോദരദാസിന്റെയും കെ രുദ്രാണി അമ്മയുടെയും മകളായി കൊല്ലവർഷം 1105, അതായത് മെയ് മാസം 1930 മേടം 19 മകയിരം നക്ഷത്രത്തിൽ ജനിച്ചു. ഞാനൊരു മേടമാസത്തിലെ തിരുവോണം നക്ഷത്രക്കാരന്. പഴയകാലത്ത് നിലവിലുണ്ടായിരുന്ന ശാസ്ത്രി മഹോപാധ്യായ എന്നീ ഉന്നത ബിരുദങ്ങൾ അവർ കരസ്ഥമാക്കി. ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു. ശ്രീമാൻ കൃഷ്ണശാസ്ത്രിയാണ് ഭർത്താവ്. സംസ്കൃതം, മലയാളം, സംഗീതം, സാഹിത്യം അങ്ങനെ വിവിധ ക്ഷേത്രങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ശ്രീമതി ആർ കസ്തൂരിബായി. വിരമിച്ച ശേഷം സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ സജീവമായിരുന്നു. 81 വയസ്സിൽ 2011 മെയ് മാസം 4-ാം തീയതി അമ്മ അന്തരിച്ചു. ഞാൻ ശ്രീ സോഹൻ റോയെ വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയമുണ്ട്. അങ്ങനെ പരിചയപ്പെട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴെല്ലാം ഞാൻ ആലോചിക്കാറുള്ളത്, എങ്ങനെയാണ് ഈ മകന് ഇത്ര കണ്ടൊരു ഊർജം, എനർജി, അനുഗ്രഹം എന്നത് സ്വാഭാവികമായും ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അതിനുശേഷമാണ് ഈ പുസ്തകത്തെക്കുറിച്ച് അങ്ങ് തന്നെ പറഞ്ഞ് ഞാൻ അറിയുന്നത്. സംശയമില്ല, അങ്ങ് കസ്തൂരി ശലഭം തന്നെയാണ് എന്ന് ഞാൻ പറയേണ്ടി വരും. ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുവാൻ എത്തിയിരിക്കുന്നത് സ്വന്തം അമ്മയുടെ പുസ്തകമാണ്. ശ്രീ സോഹൻ റോയിയുടെ മറ്റൊരു അമ്മ തന്നെയാണ് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്, ശ്രീമതി പ്രേമാവതി മണ്ണെടുത്ത്, അദ്ദേഹത്തിന്റെ മദർ ഇൻ ലോ. ഈ പുസ്തകത്തിന്റെ ആദ്യ പ്രതി സ്വീകരിക്കുവാൻ എത്തിയിരിക്കുന്നത് ഞാൻ വീണ്ടും മലയാളികൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്വരലയയുടെ ഡയറക്ടർ, കൈരളിയുടെ ഡയറക്ടർ, ഗ്രന്ഥകർത്താവ് തന്നെ, എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലയിൽ മലയാളത്തിന് ഏറെ പരിചിതമായ ശബ്ദം, വാക്കുകൾ ശ്രീ TR അജയൻ സർ ആണ്. ഈ പുസ്തകത്തെ കുറിച്ച് പരിചയപ്പെടുത്തുവാൻ എത്തിയിരിക്കുന്നത് ഹു എൽസ് ക്യാൻ ഡു ദാറ്റ്? അച്ചമ്മയെ കുറിച്ച് ആ പേരക്കുട്ടി തന്നെയാണ് പരിചയപ്പെടുത്തേണ്ടത്. നിവേദ്യ റോയ് ഈസ് ഓൾസോ ഓൺ ദ സ്റ്റേജ്. പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്ന ലിബി പബ്ലിക്കേഷൻസിന്റെ പ്രിയപ്പെട്ട ലിബി അക്ബറും ഇവിടെയുണ്ട്. പുസ്തക പ്രകാശനം ആദ്യം ശ്രീമതി പ്രേമാവതി മണ്ഡലത്തിൽ നിന്നും ശ്രീ TR അജയൻ സ്വീകരിക്കുന്നു. ഞാൻ അഭിനയം ക്ഷണിക്കും. കസ്തൂരി ശലഭം. ഗ്രന്ഥകർത്താവ് സർ സോഹൻ റോയ്. ഒരു അമ്മയുടെ ഡയറി കുറിപ്പുകൾ. സോഹൻ ഈ പുസ്തകം എഴുതി എനിക്ക് തന്നെ ഇത് കൈമാറാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി എല്ലാവർക്കും. താങ്ക് യു. പുസ്തകം സ്വീകരിച്ച അജയൻ സർ. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, ധന്യമായ ഈ മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യവും ഇവിടെ പങ്കെടുക്കാൻ സാധിപ്പിച്ചതിലുള്ള കൃതജ്ഞതയും ഞാൻ ആദ്യമേ രേഖപ്പെടുത്തട്ടെ. സോഹൻ റോയിയെ ഒരുപാട് വർഷമായിട്ട് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ വളർച്ച കൃത്യമായിട്ട് നോക്കി നിന്നിട്ടുള്ള, അത്ഭുതപൂർവ്വം നോക്കി നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു ഷിപ്പ് ടെക്നോളജി എഞ്ചിനീയറിൽ നിന്ന് അദ്ദേഹം ലോകമറിയപ്പെടുന്ന വലിയൊരു വ്യവസായിയായി മാറുന്നതോടൊപ്പം
സാംസ്കാരിക രംഗത്ത് നിരന്തരമായി ഇടപെടുകയും ഹോളിവുഡ് ഫിലിം പോലും സംവിധാനം ചെയ്യുകയും അതിൻ്റെ തിരക്കഥ രചിക്കുകയും അതിന് അവാർഡ് ലഭിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പോലും സാധാരണക്കാരൻ്റെ ദുഃഖങ്ങൾ കാണാനും അവർക്ക് തൻ്റെ കഴിവ് പ്രകാരമുള്ള സഹായങ്ങൾ ചെയ്യാനും ഒക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള മനുഷ്യപ്പറ്റ് എന്ന കാര്യം എന്നും അത്ഭുതത്തോടെ നോക്കി എന്നുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചുള്ളൊരു പുസ്തകം, ആ പുസ്തകം വന്നപ്പോൾ കൃത്യമായും അദ്ദേഹം ഒന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടാവണം എന്ന് ഞാൻ നിർബന്ധമായും തീരുമാനിച്ചതാണ്. ഓർമ്മകൾ, നഷ്ടപ്രതീക്ഷകളുടെ ദുഃഖങ്ങളില്ലാതെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് നമ്മളോട് പറഞ്ഞത് ചെഗ്വേരയാണ്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരുന്നത് കടമ്മനിട്ട രാമകൃഷ്ണനാണ്. എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ എന്ന് നമ്മളോട് പറഞ്ഞത് NN കക്കാടാണ്. ഓർമ്മകൾക്കില്ല ചാവും ചിതകളും ഒന്നുപോലും ജരാനരാ ദുഃഖവും എന്ന് നമ്മളോട് പറഞ്ഞത് വിജയലക്ഷ്മിയാണ്. പക്ഷേ നമ്മളൊക്കെ ഇപ്പോൾ ഓർമ്മകൾക്ക് അൾഷിമേഴ്സ് ബാധിച്ച ആളുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. ഈ അവസ്ഥയിൽ സ്വന്തം അമ്മയുടെ ഡയറി കുറിപ്പുകളിൽ നിന്ന് ഓർമ്മകൾ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള വലിയൊരു ശക്തി സ്രോതസ്സായി അതിനെ കണ്ടുകൊണ്ട് ഒരു പുസ്തകം രചിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മകന് അമ്മയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഒരു ദക്ഷിണയാണ് എന്നാണ് ഞാൻ കാണുന്നത്. ഓർമ്മകൾ മെയ്യോട് മെയ് ചേർത്ത് നമ്മെ പുണരുന്ന അമ്മയെപ്പോലെയാണെന്നാണ് കൈതപ്പുറം പറഞ്ഞിട്ടുള്ളത്. ആ ഓർമ്മകൾ നമുക്ക് നൽകുന്ന ശക്തി, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ഊർജം ഒന്നു വേറെ തന്നെയാണ്. അതാണ് ഈ പുസ്തകത്തിൽ പ്രചരിച്ച് കിടക്കുന്നത്. കാരണം പലപ്പോഴും നമ്മൾ ദുഃഖങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾ പലപ്പോഴും ഒരു സാന്ത്വനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ എന്നും എപ്പോഴും നമ്മുടെ ചിന്തയിലേക്ക് വരുന്ന ഒരു പേര് അമ്മ എന്നുള്ളത് തന്നെയാണ്. കാരണം അമ്മയല്ലാതെ ഒരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അമ്മമാർ തന്നെയാണ്. അവിടെയാണ് ഒരമ്മ ഇത്രയൊന്നും, ഇപ്പോൾ വലിയ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ് സോഹൻ. പക്ഷെ അത്രയൊന്നും സൗകര്യങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ 4 മക്കളെ വളർത്താൻ വേണ്ടി ആ അമ്മ എടുത്ത ദുഃഖങ്ങൾ, ആ അമ്മ എടുത്ത വേവലാതികൾ, ആ അമ്മ എടുത്ത സന്ത്രാസങ്ങൾ, ആ അമ്മ എടുത്ത സന്ദേഹങ്ങൾ, ആ അമ്മ എടുത്ത ഊർജം, അത് കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് സോഹന് ഈ ശക്തിയും ഊർജവും കിട്ടിയത് എന്ന് കൃത്യമായിട്ടും ഈ പുസ്തകത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മുഴുവൻ വായിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് അദ്ദേഹം അയച്ചു തന്ന സോഫ്റ്റ് കോപ്പിയിൽ നിന്ന് സ്പർശിച്ചെടുത്ത ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ ഊർജം ഇത് നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം മറ്റാർക്കുമില്ലാത്ത ഒരു ഊർജം എടുക്കുന്നതും കാണിക്കുന്നതും അത് സാധാരണക്കാരന് വേണ്ടി പകർന്നു കൊടുക്കുന്നതും എന്നുള്ളത് നമ്മളെ ഈ പുസ്തകം മനസ്സിലാക്കി തരുന്നുണ്ട്. നിരവധി പ്രവർത്തനങ്ങളിലൂടെ, അത്ഭുതപരമായ ചിട്ടയിലൂടെ, അതിനപ്പുറത്തേക്ക് കർത്തവ്യനിരതയിലൂടെ, കർമ്മകുശലതയിലൂടെ സോഹൻ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം, വിജയിക്കുന്ന ചക്രവാളങ്ങൾ വെട്ടിപ്പിടിക്കുന്ന ആ കാര്യങ്ങളെല്ലാം തന്നെ എവിടെ നിന്ന് വരുന്നു എന്ന് സ്വാഗത പ്രസംഗകൻ പറഞ്ഞത് ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാൻ ഈ പുസ്തകം വായിക്കുന്നവർക്കെല്ലാം ഈ പുസ്തകം പ്രചോദനം ചെയ്യുമെന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം വായിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളോട് സംവദിക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. 1975 അന്തരിച്ച് ഇപ്പോൾ 2025 ഏകദേശം കഴിയാറായി. 50 വർഷമായിരിക്കുന്ന ഒരു വ്യക്തി മലയാളത്തിൽ ഇല്ലാതായിട്ട്, പക്ഷെ ഇന്നും അദ്ദേഹം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഇവിടെ
ഇവിടെ അജേട്ടൻ കുറെ കവിതകളും കക്കാടിനെയും എല്ലാം കുറിച്ച് പറഞ്ഞു. അമ്മ അവിടുത്തെ മുന്നിൽ ഞാനാര് ദൈവമാര് എന്ന് മഹാനായ വയലാർ ചാടിയിട്ടുണ്ട്. ഇക്കണ്ട പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ആ ദൈവത്തെ പെറ്റു വളർത്തിയതും അമ്മയല്ലോ അമ്മ എന്നാണ് വയലാർ എഴുതിയത്. സർ സോഹൻ റോയ് അദ്ദേഹത്തെയും പെറ്റു വളർത്തിയത് അമ്മയാണ് അമ്മ. ഈ താളുകൾ മറിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു അച്ഛൻ മകൾക്കയച്ച കത്ത് നമ്മൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുമുണ്ടായിരിക്കാം പലരും. ഇതിലെ ആദ്യ ചാപ്റ്റർ തന്നെ ഒരു അമ്മ മകനയച്ച കത്താണ്. പിന്നീട് ജനനവും പഠനവും ഉദ്യോഗവും ഭർത്താവിന്റെ കുടുംബം വിവാഹം കോളേജ് കാലം ജോലിയും താമസിച്ച സ്ഥലങ്ങളും വീട്ടിലെ വിപ്ലവം ഒരു കവിത എൻ്റെ കുടുംബം ഒരു ഡയറി കുറിപ്പ് തലമുറകളുടെ ചരിത്രം അനുസ്മരണങ്ങൾ. അങ്ങനെയാണ് ഈ പുസ്തകങ്ങളുടെ ചാപ്റ്ററുകൾ മുന്നോട്ട് പോകുന്നത്. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് എൻ്റെ 8ാമത്തെ പുസ്തകമാണ്. അത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയല്ല, കാര്യം അത് അമ്മയുടെ പുസ്തകമാണ്. ഞാൻ അതിനകത്ത് ആകെ 10 പേജ് എഴുതിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അമ്മയും പിന്നെ കുറച്ച് അമ്മയെ അടുത്തറിയാവുന്നവരുടെ കുറിപ്പുകളുമാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ കസ്തൂരി ശലഭത്തിൽ കസ്തൂരിയുമുണ്ട് ശലഭവുമുണ്ട്. കാര്യം ശലഭം ഒരുപാട് കാര്യങ്ങളുടെ പ്രതീകമാണ്. സ്നേഹത്തിൻ്റെയും നിറങ്ങളുടെയും ട്രാൻസ്ഫോർമേഷൻ്റെയും ഒക്കെ പ്രതീകമാണ് ശലഭം. എൻ്റെ അമ്മയെ കാണുന്നത് എപ്പോഴും ആ ഒരു ശലഭത്തിൻ്റെ റോളിലാണ്. ശലഭങ്ങളില്ലാത്തൊരു ലോകത്ത്, പരാഗണമില്ലാത്തൊരു ലോകത്ത് ഒരുപക്ഷെ ലോകം തന്നെ അന്യമായി പോകുന്ന രീതി നമുക്കറിയാം. അവിടെ അമ്മ ഒരുപാട് പേർക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം പകരുകയും സ്നേഹം പകരുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ്. എൻ്റെ ഓർമ്മയിൽ കടന്നു വരുന്ന അമ്മ എന്ന് പറയുന്നത് ഒരുപക്ഷെ അമ്മയുടെ പ്രിയപ്പെട്ട മകനായതുകൊണ്ടായിരിക്കാം ആ ഡയറി കുറിപ്പിൽ ഏറ്റവും കൂടുതൽ സ്പേസ് എനിക്ക് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അനുജനുണ്ടായിരുന്നു. ആ അനുജനായിരുന്നു സോഹൻ റോയ്. ഈ സോഹൻ റോയിയുടെ മരണമാണ് അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അതായിരിക്കാം എനിക്ക് ആ പേരിടുകയും എനിക്ക് കൂടുതൽ സ്നേഹം പകരുകയും ചെയ്തത്. അത് ഈ പുസ്തകം വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപക്ഷെ ഞങ്ങളുടെ നേട്ടം ഈ ലോകത്തിന് ഒരുപക്ഷെ അമ്മയെ കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എസ്പെഷ്യലി രാഷ്ട്രീയ ലോകത്തിന്. അത് കോൺഗ്രസിനാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണോ എന്നറിയില്ല. മഹാത്മാഗാന്ധി മരിക്കുമ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് വനിതകളെ മുന്നിൽ നിന്ന് നയിച്ചത് എൻ്റെ അമ്മയായിരുന്നു. അന്ന് അമ്മയുടെ കൂടെ തിരുവനന്തപുരത്ത് മഹോപാധ്യായ എന്ന് പറഞ്ഞാൽ 5 വർഷത്തെ കോഴ്സാണ്. ഇന്ന് ആ കോഴ്സില്ല. സാൻസ്ക്രിറ്റിലെ ഏറ്റവും വലിയ കോഴ്സാണ്. അന്നത്തെ മഹാരാജാസ് കോളേജ് തിരുവനന്തപുരത്ത്, ഇന്നത്തെ സാൻസ്ക്രിറ്റ് കോളേജിൽ. അവിടെ ഈ 5 വർഷം പഠിക്കുന്നതിനിടയിൽ ക്ലാസ് ഇല്ലാത്ത എല്ലാ ദിവസവും നിയമസഭയിൽ പോയിട്ട് അവിടെ അസംബ്ലിയിൽ എല്ലാ ദിവസവും പോയി അവിടുത്തെ അന്നത്തെ രാഷ്ട്രീയം ഇന്നത്തെ രാഷ്ട്രീയമല്ല, എല്ലാ ദിവസവും ബോയ്ക്കോട്ട് ചെയ്ത് പോകുന്ന ആൾക്കാരല്ല, നിയമങ്ങൾ ഉണ്ടാക്കാനും അത് നടപ്പിൽ വരുത്തുവാനും ശ്രമിച്ച സീരിയസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഉള്ളടുത്ത് എല്ലാ ദിവസവും സമയം കിട്ടുമ്പോൾ അവിടെ ചിലവഴിക്കുകയും രാഷ്ട്രീയവുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുകയും അന്ന് കൂടെ താമസിച്ചിരുന്നവർ മറ്റാരും അല്ല, KR ഗൗരി, സുശീല ഗോപാലൻ, ഒപ്പം താമസിച്ചവർ മിക്കവാറും എല്ലാവരും MLA മന്ത്രിമാരുമായി മാറി. ഐഷ ബായി ഒക്കെ അമ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷേ ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അമ്മ ഒരു കോൺഗ്രസ് ഫാമിലിയിൽ നിന്നായതുകൊണ്ട് ഫാമിലിയിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം നടക്കുന്നത്. അമ്മ കമ്മ്യൂണിസത്തിലേക്ക് പോകുമെന്ന് പോലും അവർ പേടിച്ചതുകൊണ്ട് ഒരു രാഷ്ട്രീയം വിടാൻ പറഞ്ഞു, അധ്യാപികയാവാൻ പറഞ്ഞു. അതുകൊണ്ട് രാഷ്ട്രീയത്തിന് അമ്മയെ നഷ്ടമായി. വീട്ടുകാർ പറഞ്ഞതനുസരിച്ചിട്ട് അധ്യാപനത്തിലേക്ക് പോയി. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിന് ഒരു വലിയ നഷ്ടം എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അന്ന് ആ വനിതകളുടെ ഇടയിൽ അവരെല്ലാം ഒരുമിച്ചാണ് താമസിക്കുന്നത്. അതിൽ ഏറ്റവും നല്ല പ്രഭാഷക അമ്മയായിരുന്നു. അവിടുത്തെ ഫസ്റ്റ് റാങ്ക് അമ്മയായിരുന്നു ആ കോളേജിൽ. അപ്പോൾ അത് രാഷ്ട്രീയ ലോകത്തിനുള്ള നഷ്ടമാണ്, സാഹിത്യ ലോകത്തിനുള്ള നഷ്ടമായിരുന്നു. കാര്യം ഭാരിച്ച കുടുംബ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ ഇതെല്ലാം മറന്നുപോയി, എഴുത്തും വായനയൊക്കെ മറന്നുപോയി. എത്രമാത്രം വായിച്ചറിവുണ്ട് എന്നുള്ളത് ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ കണ്ട അമ്മയ്ക്ക് വായിക്കാൻ സമയമില്ലായിരുന്നു, ഒരു യന്ത്രം പോലെ ഇങ്ങനെ പ്രവർത്തിക്കുകയായിരുന്നു. അമ്മ എപ്പോൾ എണീക്കുന്നത് എനിക്കറിയില്ല. കാര്യം ഞാൻ ഉണരുമ്പോൾ അമ്മ ഉണർന്നിട്ടുണ്ട്, ഞാൻ ഉറങ്ങുമ്പോൾ അമ്മ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ അമ്മ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്തരം ഒരു അമ്മയുടെ മകനായി ജനിക്കാൻ ഭാഗ്യമുണ്ടായി. അതിനേക്കാളേറെ ഞാൻ നിയമവിരുദ്ധമായി ജനിച്ച ഒരു കുട്ടിയാണ്. അത് ആ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാര്യം എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അച്ഛൻ അവിടുത്തെ ഗവൺമെൻറ് സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. അന്നൊരു നിയമമുണ്ട്, 3 കുട്ടികൾ മാത്രമേ ഗവൺമെൻറ് എംപ്ലോയീസിന് പറ്റത്തുള്ളൂ. 4ാമത്തെ കുട്ടി വന്നു കഴിഞ്ഞാൽ പെൻഷൻ കട്ടാവും.
അങ്ങനെ നാലാമത് അമ്മ ഗർഭിണിയായി എന്നറിയുമ്പോൾ അമ്മയുടെ അടുത്ത് പോയി ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ഹോസ്പിറ്റലിലേക്ക് അച്ഛൻ അയക്കുകയാണ്. ബാക്കി പുസ്തകം പറയട്ടെ. അതെ, ഈ ഒരു നിമിഷത്തിൽ നിന്ന് തന്നെ ഈ പുസ്തകത്തിന്റെ പേജുകൾ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കും. എനിക്കറിയാം അങ്ങ് ഈ ഒരു വികാരത്തിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ നിവേദ്യയെ ആദ്യം ക്ഷണിക്കുവാൻ കാരണം നിവേദ്യ സംസാരിക്കും ഈ ബാക്കി. I hope I can speak in English. I think that's just a lot more comfortable for me. I would like to start with a phrase, a little part from the book that I read today. Because of him, he translated the book just yesterday, and I got to read few of the pages. So I would like to start with that. So she wrote in the book, "Had my parents written and published their life stories in those days, they would have left a precious inheritance. They could not, nor could I, due to the lack of time and means. That remains my only regret. I trust that some future generation will fill that gap." As the critic Mundeshwari once said, much of India's true cultural synthesis between Aryan and Dravidian traditions have been lost in the tides of time. Yet, the truth, however buried, remains eternal. So, to read this today, on the day that the book is being released, is so monumental because I had the biggest realization as I was reading this book. It made me realize that if you have your grandparents alive, if you're lucky enough to have your grandparents alive, get them to write a book, or at least ask them questions and get those answers and release the book for them, not for them or not for anything else, but for yourself. Why? Because you can truly understand a lot about who you are based on understanding who your grandparents are, because your grandparents are the reason why your parents are the way they are. So, because there's something that was so profound that she said yesterday that blew my mind. So not many of you guys know this, but I now work as a therapist. And through my work, there's one thing that I always tell all my clients, and I don't know why I say this. I always say, pain is inevitable. Pain is inevitable, but suffering is a choice. And this is a phrase that really makes so much sense to me. Whenever anyone comes, I always say this. And yesterday, I found something in the book that she wrote. And this is her words. "I could not always choose, but I could always make what I chose meaningful." Now, what does that tell me? We, as a young generation, we always focus so much about the trauma that we get passed on by our parents and our grandparents, this generational trauma. But we don't talk enough about the strengths that are passed down through generations. So this is a reminder for everyone to reflect and see what are the silent strengths that we carry as children that have been passed down through generations. So more than looking at what we didn't have, the struggles that our parents went through, I think it's very important that we focus on the strengths that they carry, through which we now carry that because of them. So this book is just a reminder for everyone here that we are not who we are just because of what we did, what we've learned just through our efforts. We are a byproduct of generations and generations of people who have had losses, and we are a byproduct of that. Thank you. താങ്ക് യു. ഈ പുസ്തകം ഇവിടെ
ഇത്തരത്തിലൊരു പുസ്തകമാക്കി നമുക്ക് സമ്മാനിക്കുവാൻ ശ്രീ സോഹന് പ്രചോദനമായത് ഇത്തരത്തിലുള്ളൊരു ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ തന്നെ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്, ആ ചടങ്ങിനായി അദ്ദേഹം വന്നപ്പോൾ അവിടെ നടക്കുന്നത് മറ്റ് 2-3 മക്കൾ അവരുടെ അമ്മയുടെ ഒരു പുസ്തകം പ്രകാശിപ്പിക്കുന്നത് കണ്ടപ്പോഴാണ് എൻ്റെ അമ്മയും ഇങ്ങനെ കുറെ ഡയറി കുറിപ്പുകൾ എഴുതിയിട്ടുണ്ടല്ലോ, ആയതുകൊണ്ട് എന്തുകൊണ്ട് എനിക്കും എൻ്റെ അമ്മയുടെ പേരിലുള്ള ഒരു പുസ്തകം ഇവിടെ അവതരിപ്പിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുമാണ് അദ്ദേഹം ലിവി പബ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെടുന്നത്. ശ്രീ സോഹനെ എനിക്ക് അറിയാവുന്നത് ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് വളരെ പരിചിതമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഇപ്പോഴുമുള്ള അക്കാഫ് അസോസിയേഷനിലൂടെ അന്ന് ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. പിന്നീടാണ് ശ്രീ സോഹൻ വന്ദേ ഭാരത് ഇപ്പോൾ വന്നേ ഉള്ളൂ. ശ്രീ സോഹൻ അജേട്ട വന്ദേ ഭാരതിന്റെ വേഗതയിൽ ഓടാൻ തുടങ്ങിയിട്ട്, ശക്തമായി ഓടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ശ്രീ സോഹൻ എത്തിപ്പെടുന്ന മണ്ഡലങ്ങൾ, മേഖലകളെല്ലാം തന്നെ അസൂയാവഹമായി നോക്കി നിൽക്കുന്ന ഒരു സുഹൃത്തായി ഈ അമ്മയുടെ ഡയറി കുറിപ്പ്, ഈ ChatGPT-യും ഇതിൽ ഈ പുസ്തകത്തിന്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് അമ്മയുടെ അതേ കയ്യെഴുത്ത് ഡയറിയുടെ ഫോട്ടോകൾ ഇതിൽ ഉണ്ട് എന്നതാണ്. ഞാൻ കുറെ വായിക്കാൻ നോക്കി, അത് എനിക്ക് വായിക്കാൻ പറ്റിയില്ല. ഓഫ് കോഴ്സ് അതിവിടെ ഇതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഈ ChatGPT-യും ഗൂഗിളും എല്ലാം ഈ കാലഘട്ടത്തിൽ പലതും മനസ്സിലാക്കിയെടുക്കുവാൻ അല്ലെങ്കിൽ അന്വേഷിച്ച് മനസ്സിലാക്കിയെടുക്കുവാൻ എളുപ്പമാണ്. അതൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് അമ്മ അത്തരത്തിലുള്ള ഡയറി കുറിപ്പുകൾ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് ഒരു ഗൂഗിൾ, സത്യം പറഞ്ഞാൽ അതാണ് ഒരു ChatGPT അന്വേഷണം. ഗുരുദേവനെ കുറിച്ച്, ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് അമ്മ എഴുതിയിട്ടുള്ള തികഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ്. ഗുരുദേവ കൃതികൾ പഠിക്കുമ്പോൾ 2 മാതിരി മാതൃകകൾ നമുക്ക് കാണാനാവും. സംസ്കൃതത്തിന്റെ വക്താക്കൾക്ക് ശങ്കരാചാര്യരെയും, ശൈവ പ്രതീകങ്ങൾ വരുമ്പോൾ തമിഴിലെ തിരുജ്ഞാന സംബന്ധരെയും ഗുരു സ്പഷ്ടമാക്കി. ഇതെല്ലാം അന്ന് അമ്മ എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു അന്വേഷണവുമില്ലാതെ അമ്മ സ്വന്തമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഈ പുസ്തകത്തിൽ മുഴുവനായും നിറഞ്ഞും എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങയോട് നന്ദി പറയുന്നു. ഇത്തരത്തിലുള്ള ഡയറി കുറിപ്പുകൾ വീട്ടിൽ തന്നെ ഇരുന്ന് കേടായി പോകാതെ ഞങ്ങൾക്കൊരു പുസ്തകമായി സമ്മാനിക്കുന്നതിൽ. ഞാൻ ഒരു ചോദ്യം ഇവരെ സാക്ഷ്യം വരുത്തി ചോദിക്കുന്നു. Now I think you are okay to continue. ആക്ച്വലി അമ്മയുടെ ഈ ഡയറി കുറിപ്പുകൾ ഉണ്ടായിട്ട് വർഷങ്ങളായി. അമ്മ ഒരുപാട് വർഷത്തിന് മുമ്പ് എഴുതിയതാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അമ്മ പെട്ടെന്ന് മരിച്ചത് കാരണം അത് പൂർണ്ണ രൂപത്തിലേക്ക് ഒരു ബുക്ക് ഫോർമാറ്റിലേക്ക് ആക്കാൻ അമ്മയ്ക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല. അമ്മയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പണ്ട്, അമ്മയ്ക്ക് ഇതൊന്നൊരു ബുക്ക് ഫോർമാറ്റിലേക്ക് ആക്കിക്കൂടെ എന്ന്. പക്ഷേ അമ്മയ്ക്ക് അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അമ്മ മരിച്ചുപോയി. അപ്പം ഇത് എല്ലാം എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലായിരുന്നു അമ്മ അവസാന കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഡയറി കുറിപ്പുകളൊക്കെ അവിടെയുണ്ട്. എൻ്റെ ഒരു സിസ്റ്റർ നല്ല സാഹിത്യകാരിയാണ്. അപ്പം ഞാൻ സിസ്റ്ററിനോടൊക്കെ പറഞ്ഞു ഇതൊന്ന് കമ്പൈൽ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ പലരും ഇതിനകത്ത് കൈവച്ചെങ്കിലും ഇത് ഈ ഡയറി കുറിപ്പിനെ ഒരു ബുക്ക് ഫോർമാറ്റിലേക്ക് ആക്കാനായിട്ട് അതിൻ്റെ എങ്ങനെ ആക്കണം എന്നുള്ള കൺഫ്യൂഷൻ കിടന്നത് കാരണം എനിക്ക് സമയക്കുറവുണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ നീണ്ടു പോയി. ഞാൻ ഏൽപ്പിച്ചവരാരും അത് പൂർത്തീകരിച്ചില്ല. അപ്പം അവിടെ ഇട്ട് അങ്ങ് പോയി. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ ഇതേ വേദിയിൽ കഴിഞ്ഞ നവംബർ 15-ാം തീയതി ആയിരുന്നു തോന്നുന്നു, ഇവിടെ ഈ വേദിയിൽ വെച്ചിട്ട് ഒരു ഫാമിലി അവരുടെ ഉമ്മയുടെ പുസ്തകം റിലീസ് ചെയ്യാണ്. അപ്പം അന്ന് ഞാൻ വേദിയിലുണ്ട്. അപ്പോഴേ ഞാൻ ആലോചിക്കുന്നത്, ചേട്ടാ ഞാൻ എന്തുമാത്രം വലിയൊരു തെറ്റായി ചെയ്ത് 14 വർഷമായി അമ്മ മരിച്ചിട്ട് ഞാൻ ഇതുവരെ എന്തുകൊണ്ട് അത് ചെയ്തില്ല. ഞാൻ അവിടെ വെച്ച് അനൗൺസ് ചെയ്ത് അടുത്ത ഷാർജ ബുക്ക് ഫെയറിൽ എൻ്റെ അമ്മയുടെ പുസ്തകം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് ഞാൻ എപ്പോഴും അങ്ങനെയാണ്, എൻ്റെ ഭാവി ഞാൻ എഴുതി വെക്കും, അത് അവിടെ ഞാൻ എത്തും. ഇതുവരെ എഴുതി വെച്ചത് മിക്കവാറും എല്ലാം എൻ്റെ സക്സസ് റേറ്റ് ഓൾമോസ്റ്റ് ഐ ബിലീവ് ദാറ്റ് 99% നിൽക്കുന്നത്. അപ്പം ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ഡെസ്റ്റിനി ഈസ് ഡിസൈഡ് ബൈ കർമ്മ ആൻഡ് കർമ്മ ക്യാൻ ബി ഡിസൈൻ. ദാറ്റ് മീൻസ് യുവർ ഡെസ്റ്റിനി ക്യാൻ ബി ഡിസൈൻ. നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുന്നു അവിടെ നമുക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ ഡിസൈൻ ചെയ്ത അല്ലെങ്കിൽ അങ്ങനെ ആ ഡെസ്റ്റിനിയെ മാർക്ക് ചെയ്തതാണ് ഈ പുസ്തകോത്സവത്തിൽ ഈ പുസ്തകം ഉണ്ടാവണമെന്ന്. അതിനുവേണ്ടി എൻ്റെ കൂടെ കുറേ പേര് പ്രവർത്തിച്ചു. ആ കാര്യം ഈ സമയമാണല്ലോ, നമുക്ക് പലതും ഡെലിഗേറ്റ് ചെയ്തേണ്ടി വരും. അതിൽ കാര്യം ഇംഗ്ലീഷ് പുസ്തകം ഇന്നലെയാണ് കിട്ടുന്നത്. ഞങ്ങൾ സാമ്പിൾ ബുക്സ് ഇപ്പം അടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. അതും ഒന്ന് പ്രൂഫ് റീഡ് ഒക്കെ ചെയ്തതിന് ശേഷം കൂടുതൽ കോപ്പീസ് വരും. പക്ഷേ വീട്ടിൽ വരുന്ന എല്ലാവർക്കും എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടാകും പുസ്തകം. ഇനി ആർക്കെങ്കിലും ഇന്ന് തന്നെ വായിക്കണം എന്നുണ്ടെങ്കിൽ ലിബി അവിടെ കുറച്ച് ബുക്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഓൺലൈൻ കോപ്പി ആവശ്യമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയച്ചു തരാം. ഞങ്ങളിത് പണത്തിന് വേണ്ടി അല്ല ചെയ്യുന്നത്. അമ്മ ആ പുസ്തകത്തിലൂടെ പറയാൻ ശ്രമിച്ചത് നിങ്ങളിലേക്ക് എത്തിത്തരാം. പക്ഷേ മൊബൈലിൽ വായിക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഹാർഡ് കോപ്പി വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആർക്കെങ്കിലും പുസ്തകം വേണമെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലേക്ക് വരിക, ഒരു കോപ്പി നിങ്ങളെ കാത്തവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇവിടുന്ന് ലിവിയിൽ നിന്ന് വാങ്ങുക. താങ്ക് യു. എനിക്ക് നിർബന്ധമായി വേണ്ടത് ഈ പുസ്തകം അങ്ങൊന്ന് ഒപ്പിട്ട് വരണം.
ലിബി പബ്ലിക്കേഷൻസിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ആ ഡയറി കുറിപ്പുകളെ അങ്ങനെ തന്നെ സ്വീകരിച്ച് പുസ്തക രൂപത്തിൽ, നല്ല പ്രൊഡക്ഷൻ അത് പറയാതെ വയ്യ, പുസ്തക രൂപത്തിൽ സമ്മാനിച്ചതിനുള്ള നന്ദി ലിബി പബ്ലിക്കേഷൻസിനോടും ഒപ്പം ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരോടും ഓൺ ബിഹാഫ് ഓഫ് സർ സോഹൻ റോയ് ആൻഡ് ഏരീസ് ഗ്രൂപ്പ്, let me express my gratitude and thank you.